കേരളത്തിലേക്ക് നൈജീരിയൻ സംഘം രാസലഹരി കടത്തിയ കേസിൽ ഇന്റലിജൻസിനും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കും ഗുരുതര വീഴ്ച. 15 വർഷമാണ് വിസ കാലാവധി കഴിഞ്ഞിട്ടും നൈജീരിയൻ സംഘം രാജ്യത്ത് കഴിഞ്ഞത്. പ്രതികൾ ഇന്ത്യയിലെത്തിയതിലും ദുരൂഹതയുണ്ട്. പ്രതികളെ ഹരിയാനയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, നമ്മളാണിങ്ങനെ ഒരു വാർത്തയൊക്കെ പുറത്തു കൊണ്ടുവന്നത്, അത് വലിയൊരു നേട്ടവുമാണ് പോലീസിനെ സംബന്ധിച്ച്. പക്ഷേ ഇവരെങ്ങനെയാണ് ഇത്രയധികം കാലം ഇവിടെ കഴിഞ്ഞത്, ഇവരെങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് എത്തി എന്നതിലൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയരുകയാണല്ലേ? തീർച്ചയായും അനുജ, ദക്ഷിണേന്ത്യയിലേക്ക് മുഴുവൻ രാസലഹരി എത്തിച്ചിരുന്ന സംഘത്തിലെ 3 പേരെ കേരള പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞു. അതൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. അവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് എത്രത്തോളം വലിയ വീഴ്ചയാണ് നമ്മുടെ സംവിധാനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാകുന്നത്. ഇന്റലിജൻസിനും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കും ഇക്കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായി എന്ന് വ്യക്തമാകുന്നതാണ് ഈ പ്രതികളുടെ മൊഴികൾ. ഇതിൽ ഒരു പ്രതിയായിട്ടുള്ള ഉഗേ ചൂക്കവ് ഇന്ത്യയിൽ എത്തുന്നത് 2010-ലാണ്. അത് വിസ കാലാവധി പൂർത്തിയായ ശേഷവും ഏതാണ്ട് 15 വർഷത്തോളം പ്രതിക്ക് ഇന്ത്യയിൽ കഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനങ്ങളുടെ വലിയ വീഴ്ച തന്നെയാണ്. 2ാം പ്രതി ഹെൻറി ഒണൂച്ചു 2015-ലെത്തി, 2019-ൽ ഒക്കോലിയ റൊമാനസ് എത്തി. അങ്ങനെ ഈ 3 പ്രതികളും വ്യത്യസ്ത കാലയളവിൽ ഇന്ത്യയിലെത്തുന്നു. ഒരു പരിശോധനകളും കൂടാതെ അവർ ഇത്രയും കാലയളവിൽ ഇവിടെ താമസിച്ചു പോന്നു. ഇത് നൽകുന്ന സൂചന രാജ്യത്ത് ഇങ്ങനെ അനധികൃത കുടിയേറ്റവും മറ്റും നടത്തി, അല്ലെങ്കിൽ ഈ വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് കഴിയുന്ന ആളുകൾക്ക് കാര്യമായ പരിശോധനകളില്ലാതെ ഇവിടെ തുടരാൻ കഴിയുന്നു എന്നുള്ള വളരെ പ്രധാനമായ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നുള്ള അന്വേഷണ സംഘം ഹരിയാനയിലെ ഗുരുഗ്രാമിലെത്തി പ്രതികളുടെ തെളിവെടുപ്പ് നടത്തി. അവിടെ പ്രതികളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസിന് പ്രതികളിൽ നിന്ന് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. നമുക്കറിയാം 2025 ഫെബ്രുവരി 16-നുണ്ടായ ഒരു MDMA കേസാണ് സത്യത്തിൽ ഈ കേസിന്റെ ചുരുളഴിയിച്ചത്. അന്ന് കോഴിക്കോട് ടൗൺ പോലീസ് നടത്തിയ ഒരു അന്വേഷണം, അതായത് മലപ്പുറം സ്വദേശിക്ക് എവിടെ നിന്ന് ഇത്തരത്തിലുള്ള രാസലഹരി ഇയാൾക്ക് എത്തിച്ചേരുന്നു എന്ന് നടത്തിയ അന്വേഷണമാണ് ഈ വലിയ സംഘത്തിലേക്ക് എത്തിച്ചേരാൻ അവരെ സഹായിച്ചത്. എന്തായാലും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കുണ്ടായ വലിയ വീഴ്ചയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേരളത്തിലേക്ക് രാസലഹരി കടത്തിയ നൈജീരിയൻ സംഘം രാജ്യത്തെത്തിയതുമായി ബന്ധപ്പെട്ട് ഇവിടെ അനധികൃതമായി തങ്ങിയതിലും ഒക്കെ ഇന്റലിജൻസിന് ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.